Xiaomi Mix Fold 3 എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. ഇതൊരു ഫോൾഡബിൾ ഫോണാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Xiaomi Mix Fold 3 എന്ന ഫോണിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഫോൾഡബിൾ ഫോണാണ്, അതുകൊണ്ട് തന്നെ 2 ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഉള്ളിൽ വലിയൊരു ഡിസ്പ്ലേയും അതുപോലെ തന്നെ പുറത്ത് ചെറിയൊരു ഡിസ്പ്ലേയും. ഉള്ളിൽ 8.02 ഇഞ്ചിൻ്റെ ഒരു Quad HD+ ഡിസ്പ്ലേ വന്നേക്കാം. AMOLED ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. എടുത്തു പറയേണ്ട കാര്യം, ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും. പിന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്തേക്കാം. ഇതിൽ അണ്ടർ ഡിസ്പ്ലേ സെൽഫി ക്യാമറ വന്നേക്കാം എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല. ഇനി പുറത്തുള്ള ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പുറത്ത് 6.5 ഇഞ്ചിൻ്റെ Full HD+ ഡിസ്പ്ലേ വന്നേക്കാം. AMOLED ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. ഇതിൽ 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അത്യാവശ്യം മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. പിന്നെ ഈ ഫോണിൻ്റെ ബ്ലാക്ക്, ഗോൾഡ് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ടീസറിൽ കാണിക്കുന്നത്. ചിലപ്പം വേറെയും കളർ വേരിയൻസ് ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും ഈ 2 കളർ വേരിയൻസും ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസ്സറായിരിക്കും ഈ ഫോണിൽ വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. അപ്പോൾ ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ 16 GB റാം വരെയും അതുപോലെ തന്നെ 1 TB ഇൻറ്റേർണൽ വരെയും വന്നേക്കാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള LPDDR5Xൻ്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൽ മെമ്മറി കാർഡ്സിലോട്ട് വരാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ 3.5mm ഓഡിയോ ജാക്കും ഈ ഫോണിൽ വരാൻ സാധ്യതയില്ല. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ Android 13 ബേസ് ആയിട്ടുള്ള MIUI സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പ് വരുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിൽ 50 MP മെയിൻ ക്യാമറ സെൻസർ വന്നേക്കാം. ഇത് സോണി IMX 800 സീരീസിൽ വരുന്ന സെൻസർ ആയിരിക്കുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നെ 15mm അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വന്നേക്കാം. ഇത് 50 MP സെൻസർ ആയിരിക്കുമെന്നും ചില റിപ്പോർട്ടുകളൊക്കെ പറയുന്നുണ്ട്. പിന്നെ 115mm ഒരു പെരിസ്കോപ്പ് ലെൻസും വന്നേക്കാം. ഇതും 50 MP സെൻസർ ആയിരിക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ 4-മതും 50 MP ഒരു ടെലിഫോട്ടോ ലെൻസ് വന്നേക്കാം. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും 2 സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. അതിൽ ഒന്ന് അണ്ടർ ഡിസ്പ്ലേ സെൽഫി ക്യാമറ ആയേക്കാം. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 4800 mAh ബാറ്ററി ഈ ഫോണിൽ വന്നേക്കാം. 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. അതുകൂടാതെ 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് എന്നുള്ള ഫീച്ചറും ഇതിൽ വന്നേക്കാം. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ചിലപ്പം ഈ ഫോണിൽ IP റേറ്റിംഗ് ഒക്കെ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് പറയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ August 14-നാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഒരു ദിവസം ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഇല്ല. ആ ഒരു ദിവസം ചൈനീസ് മാർക്കറ്റിലായിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക. ഇനി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമോ എന്ന് വെച്ചാൽ ചിലപ്പോൾ ലോഞ്ച് ചെയ്യുള്ളൂ, ചാൻസ് കുറവാണ്. കാരണം ഇതുവരെയുള്ള ഷവോമിയുടെ ഫോൾഡബിൾ ഫോൺസ് ഒന്നും ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തേക്കില്ല എന്നും ചില റിപ്പോർട്ടുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും കൺഫർമേഷൻസ് ഒന്നുമില്ല, ചിലപ്പം ലോഞ്ചും ചെയ്തേക്കാം. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫീച്ചേഴ്സൊക്കെ വെച്ച് നോക്കുമ്പം ഈ ഫോണിൻ്റെ വില ഒരു 1 ലക്ഷം 1.25 ലക്ഷം രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് വന്നേക്കാം. കൺഫർമേഷൻസ് ഇല്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും Xiaomi Mix Fold 3 എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. നല്ലൊരു പ്രൈസിങ്ങിലും കൂടി ആവുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. ഇന്ത്യൻ മാർക്കറ്റിൽ കൂടി ഈ ഒരു ഫോൾഡബിൾ ഫോൺ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. എന്തായാലും Xiaomi Mix Fold 3 എന്ന ഫോൾഡബിൾ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി അഥവാ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇതുപോലുള്ളൊരു ഫോൺ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.